ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്ന എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിലെ അടുത്ത ടോപ്പിക്കാണ് സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ചുറ്റുപാടുമുള്ള നമ്മുടെ കൃഷി ചെയ്യുന്ന മണ്ണ് അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള മണ്ണ് എങ്ങനെയാണ് ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അത് ഉപയോഗശൂന്യമാകുന്നത്, ഫലപുഷ്ടി ഇല്ലാതാകുന്നത്, കൃഷിയോഗ്യമല്ലാതെയൊക്കെ ആകാനായിട്ടുള്ള കാരണങ്ങളെയാണ് നമ്മൾ കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നത് സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ആ ഡെഫിനേഷൻ എല്ലാവരും കാണാതെ പഠിക്കുക. Soil pollution refers to the mixing of human-made chemicals directly or indirectly into the natural soil, which causes land degradation and makes it unfit for cropping. അതായത് മനുഷ്യനിർമ്മിതമായ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ കെമിക്കൽസ് അല്ലെ രാസവസ്തുക്കൾ നമ്മൾ ഭൂമിയിലേക്ക് നേരിട്ടോ അല്ലാതെയോ വലിച്ചെറിയുന്നതിലൂടെ അത് കൃഷിയോഗ്യമല്ലാതെ ആകുന്നതിനെ ഈ ഭൂമിയുടെ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ താഴെയുള്ളത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ പറയുന്നത് താഴെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. ദ സോയിൽ പൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ് the presence of toxic chemicals pollutants or contaminants in soil in high enough concentrations to pose a risk to human health and or the ecosystem. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്: മനുഷ്യന് ജീവഹാനി വരുത്തുന്നതോ അല്ലെങ്കിൽ മനുഷ്യനെ ലൈഫിനെ ത്രെട്ടൺ ആകുന്ന ടോക്സിക് കെമിക്കൽസ്, അതിനെ പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ കണ്ടാമിനൻസ് എന്ന് പറയുന്നു. അവ മണ്ണിലേക്ക് നേരെ വലിച്ചെറിയുകയും അത് മണ്ണിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ടു പോസ് പോസ് എന്ന് പറഞ്ഞാൽ ഫിക്സ് എന്നാണ് അർത്ഥം. ടു ഫിക്സ് എ റിസ്ക് ടു ഹ്യൂമൻ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് എപ്പോഴും അതൊരു ഭീഷണിയാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിസ്ക് അഷ്വർ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, നമ്മുടെ പരിസരത്തുള്ള മണ്ണിലേക്ക് ഓരോന്ന് അലക്ഷ്യമായി നമ്മൾ വലിച്ചെറിയുമ്പോൾ അത് ഇതിന് കാരണമാകുന്നു. ഇനി അടുത്തത് കോസസ് ഓഫ് സോയിൽ പൊല്യൂഷൻ. പ്രധാനമായി 2 തരത്തിൽ നമുക്ക് ഇതിനെ തിരിക്കാനായിട്ട് സാധിക്കും. എക്സാമിന് ചോദിക്കുന്നതാണ്, ഒന്ന് ഓർത്തോളം കേട്ടോ. ഒന്ന് ഡയറക്റ്റ് കോസസ് എന്നും 2 ഇൻഡയറക്റ്റ് കോസസ്. നമുക്ക് 2ആയിട്ട് തിരിക്കാം. എന്താണ് ഡയറക്റ്റ് കോസസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനകത്ത് വരുന്നത്? അതിനകത്ത് വരുന്നത് ഇങ്ങനെയാണ്: ഡയറക്റ്റ് കോസ് ഇൻക്ലൂഡ് പുവർ വേസ്റ്റ് മാനേജ്മെൻറ്റ്. ദിസ് ഈസ് ദി ഫസ്റ്റ് വൺ. പുവർ വേസ്റ്റ് മാനേജ്മെൻറ്റ്. നമ്മൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഇഫക്റ്റീവായിട്ട് വേസ്റ്റ് മാനേജ് ചെയ്യാതെ ഇരിക്കുന്നതിലൂടെയാണ് ആദ്യമായിട്ട് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വേസ്റ്റ് ആർ അൺവാണ്ടഡ് ആൻഡ് യൂസ്ലെസ് സബ്സ്റ്റാൻസസ് റിസൾട്ടിങ് ഫ്രം ഡിഫറെൻറ്റ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ദിസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2, ദാറ്റ് ഈസ് സോളിഡ് വേസ്റ്റ് ആൻഡ് ലിക്വിഡ് വേസ്റ്റ്. സോളിഡ് വേസ്റ്റ് എന്ന ലിക്വിഡ് വേസ്റ്റ് എന്ന 2ആയിട്ട് നമുക്ക് ഇതിനെ തിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. The unwanted or discharged solid substances are called solid waste, and it includes sewage, sludge, domestic and municipal solid waste, industrial solid waste and agricultural solid waste. These are the categories included in this broad heading. Okay. ഇതിൻ്റെ അകത്ത് വരുന്നത് സോളിഡ് വേസ്റ്റ് എന്ന കാറ്റഗറിയിൽ വരുന്ന പ്രധാന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ സ്ലമ്മിലൊക്കെ പെട്ട സാധനങ്ങൾ, പിന്നെ പറയുന്നത് ഇൻഡസ്ട്രിയൽ വ്യാവസായികപരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നേരത്തെ ഒരു തവണ ഒരു ആർട്ടിക്കിൾ വന്നതായിരുന്നു, അത് പിന്നെ ന്യൂസ് കണ്ടിട്ടില്ല, എനിക്കത് യൂട്യൂബിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നേരത്തെ ഇങ്ങനെ വന്ന ആർട്ടിക്കിൾ വന്ന ന്യൂസാണ്. സമുദ്രത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ചേർന്നുള്ള ഏരിയകളൊന്നും അല്ല, ഭൂഖണ്ഡത്തിന് കോണൊന്നുമല്ല, അപ്പുറത്തെ ഏരിയയിൽ കുറേ നല്ല ഡിസ്റ്റൻസിലാണ്, കുറേ അങ്ങ് ദൂരെ സമുദ്രത്തിൽ എന്തോ കളറിൽ ഈ സാധനം കണ്ടിട്ട് ഇവന്മാരെന്ത് ചെയ്തു, ആ സാധനം ഉപഗ്രഹം വഴി സ്കാൻ ചെയ്ത് നോക്കിയപ്പം അവിടെ മുതൽ വിമാനങ്ങളാണ് കിടക്കുന്നത് ഇതിൻ്റെ അകത്ത്. വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പോയ സാധനങ്ങൾ, വിമാനങ്ങൾ തൊട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇനി ഉപയോഗശൂന്യമായിട്ടുള്ള വിമാനങ്ങൾ കൊണ്ടുപോയി സമുദ്രത്തിൽ കൊണ്ടുപോയി ഡംപ് ചെയ്തേക്കുക എന്നാണ് പറയുന്നത്. ഈ സാധനം അവിടെ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ, ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ US നേരിടുന്ന വലിയൊരു പ്രോബ്ലമാണത്. US എന്ന് പറഞ്ഞാൽ ഫുള്ള് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ വേസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. വേസ്റ്റ് നിങ്ങൾക്കറിയാവുന്നതാണ്. വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് അവരുടെ രാജ്യത്ത് സ്ഥലമില്ല. അപ്പോൾ നല്ലൊരു ശതമാനം ഈ പറഞ്ഞ പോലെ നിങ്ങൾ മറ്റേ ഒരു സിനിമയിൽ അതിൻ്റെ അകത്ത് സൂര്യയുടെ ഏതോ സിനിമ എന്താ സിംഗോ, അതിൻ്റെ ഇത് മെഡ് വേസ്റ്റ് എന്ന് പറഞ്ഞ സാധനം മെഡ് വേസ്റ്റ് കാണിക്കുന്നുണ്ട്. മെഡ് വേസ്റ്റും ഈ പ്രധാന പ്രശ്നം ഈ എറണാകുളം ഭാഗത്തൊക്കെ ഏറ്റവും കൂടുതൽ സർജറികളുള്ള ഹോസ്പിറ്റലുള്ള ഏരിയ ആണ്. പിന്നെ ഈ പറയുന്ന പോലെ ബോംബെ, ചെന്നൈ ഇങ്ങനെയുള്ള പ്രധാന സ്ഥലങ്ങളിൽ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഇവിടെയൊന്നും
ഈ മെഡിക്കൽ വേസ്റ്റ്, മെഡ് വേസ്റ്റ് എന്നാണ് അതിനെ പറയുന്നത്. മെഡ് വേസ്റ്റ് എന്ന് പറയുന്നത് സർജറി ചെയ്തതിൻ്റെ സാധനങ്ങൾ. അത് ഭയങ്കരമായിട്ട് ഇത് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന, പുറത്തേക്ക് എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സാധനമാണ്. ഇത് കൊണ്ടുപോയി കളയാനൊന്നും ഇപ്പോൾ ശരിക്കും പറയണമെങ്കിൽ സ്ഥലമില്ലാത്തൊരു ഇതാണ്. അതും ഒരു ഏജൻസി വർക്കായിട്ട് മറ്റുള്ളവർ ഏറ്റെടുത്ത് കൊണ്ടുപോയി ഈ പറയുന്ന ഈ ചേരി പോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഈ ഒത്തിരി സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി വികസിത രാജ്യങ്ങളിലെ ഈ വേസ്റ്റുകൾ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാനായിട്ട് കൃത്യമായിട്ടൊരു സ്ഥലം ഇല്ല. അങ്ങനെ വരുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യുന്നു അവർ, ഇത് അധികമാരും കാണാതെ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഈ തരിശായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ കുഴി കുഴിച്ച് കൊണ്ടുപോയിട്ട് അവർ സെക്യൂരിറ്റി ഫോഴ്സോട് കൊണ്ടുപോയിട്ട് ഈ സാധനം മണ്ണിൽ കൊണ്ട് താത്തും. അപ്പോൾ അത് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കത്തേ ഉള്ളൂ. അതങ്ങനെ പോകത്തൊന്നുമില്ല. കുറേ വർഷം, 10,000 വർഷം ആ സാധനം ഒരു കേടുപാടും കൂടാതെ ഇങ്ങനെ കിടക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ആ ബലപുഷ്ടിയായ അവിടുത്തെ ഇതെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ നമുക്ക് എണ്ണിയാൽ there we can see a number of അല്ലേ, an unlimited number of ടോക്സിക് പ്രോഡക്ട്സ് ഫ്രം ദി ഇൻഡസ്ട്രിയൽ ഏരിയ. അതൊരു വലിയൊരു പ്രോബ്ലമാണ്. ഇൻഡസ്ട്രിയൽ ഏരിയ ഇങ്ങനെ ഉപയോഗശൂന്യമായിട്ടുള്ള ദൈനംദിനം നമ്മുടെ ഇവിടുത്തെ പോരാഞ്ഞിട്ട് ചൈനയിൽ നിന്ന് ബാക്കിയുള്ളവരെ വാങ്ങിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ബാക്കിയുള്ള ആമസോണും ഫ്ലിപ്കാർട്ടും വഴി നമ്മൾ കുറേ വരുത്തുന്നു, കടക്കാരായിട്ട് കൊണ്ടുവന്ന് വെക്കുന്നത് വേറെ. അപ്പോൾ ഇതിങ്ങനെ ദൈനംദിനം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ സോളിഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഘനമേറിയത്, കട്ടിയേറിയ സാധനങ്ങളെല്ലാം ഇതിനകത്ത് വരും. രണ്ടാമത്തെ സാധനമാണ് ഈ ലിക്വിഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. ലിക്വിഡ് വേസ്റ്റിൻ്റെ അകത്ത് വരുന്നതാണ് ഈ ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ. നോട്ട് ഓൺലി കോസ് വാട്ടർ പൊല്യൂഷൻ ബട്ട് സോയിൽ പൊല്യൂഷൻ ടു. അതായത് ഈ പറയുന്ന ഈ ഇൻഡസ്ട്രികളിൽ നിന്ന്, ഇപ്പോൾ ഈ എണ്ണ കമ്പനികൾ, പിന്നെ ഏതാണ് ഹോട്ടലുകൾ, ഇങ്ങനെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിൽ നിന്നും ഇതുപോലെ വ്യവസായശാലകളിൽ നിന്നൊക്കെ വരുന്ന ഈ ഓയിൽ, ഡീസൽ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ കൂടി ഈ ലിക്വിഡ് ഫോർം അല്ലെങ്കിൽ ഗ്രീസ് പോലുള്ള സാധനങ്ങൾ, ഇതെല്ലാം പിന്നെ ഈ പറഞ്ഞ ഫുഡ് മറ്റു കാര്യങ്ങളുടെയൊക്കെ എന്താണ് കെമിക്കൽസ് കൂടിയ ലിക്വിഡായിട്ടുള്ള സാധനങ്ങൾ മൊത്തം മണ്ണിലേക്ക് ഒഴുക്കി വിടുകയാണ്. അത് ഈ പറയുന്ന പോലെ മണ്ണിൻ്റെ ഫലപുഷ്ടി കളയുന്നു. അതും ലിക്വിഡ് വേസ്റ്റിന് ഉദാഹരണമാണ്. അടുത്തതാണ് ആപ്ലിക്കേഷൻ ഓഫ് ആഗ്രോ കെമിക്കൽസ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. എ വെറൈറ്റി ഓഫ് ആഗ്രോ കെമിക്കൽസ് സച്ച് ആസ് പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ആർ യൂട്ടിലൈസ്ഡ് ഇൻ മോഡേൺ ഡേ agricultural practices for more and more years. Application of agrochemicals, it include utilization or practices of agricultural products. Agricultural products include both agricultural chemicals, that shortly known as agrochemicals. These can be directly put into the soil, and this will natively done impact on the practices of agro farming. Okay. നെക്സ്റ്റ് ആണ് പറയുന്നത് ഫോൾട്ടി സാനിറ്റൈസേഷൻ പ്രാക്ടീസസ്. സാനിറ്റൈസേഷൻ എന്ന് പറയുന്നത് ശുചീകരണം. ഓക്കെ, അതായത് കൃത്യമായിട്ട് നമ്മുടെ പരിസരം അല്ലെങ്കിൽ പൊതു റോഡ്, പൊതുഗതാഗത മേഖലകൾ, അങ്ങനെയുള്ള പൊതുസ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള കൃഷിയിടങ്ങൾ, ഇവയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സാനിറ്റൈസ് ചെയ്യണം, ശുചീകരണം നടത്തണം. ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ വരുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇവയെല്ലാം പബ്ലിക് ഹെൽത്തിന് എന്താണ് ഭീഷണിയാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഫോൾട്ടി മെത്തേഡ്സ് സാനിറ്റൈസേഷൻ ഫോർ സോയിൽ ഓർ ലാൻഡ് പൊല്യൂഷൻ എന്നാണ് നമ്മുടെ ഇതിൽ മാറ്റർ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ നമ്മളിപ്പോൾ സാധാരണയായി കാണുന്ന അവരവൻ്റെ പ്രിമിസസിൻ്റെ അകത്ത് സാധനങ്ങൾ കൊണ്ടുപോയി ഇടാതെ നമ്മളിപ്പോഴും എന്ത് ചെയ്യുന്നു, സാധാരണയായി പ്രത്യേകിച്ച് മലയാളികൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ് പൊതുസ്ഥലങ്ങളിൽ നിന്ന് വീടൊന്നും ഇല്ലാത്ത മേഖലകളിൽ കൊണ്ടുപോയി വാഹനത്തിൽ കൊണ്ടുപോയി കവറായിട്ട് ഇത് കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതവിടെ എന്താണ് കൂടിക്കഴിയുമ്പോൾ ഇപ്പോൾ ക്യാമറയൊക്കെ ധാരാളം സ്ഥലങ്ങളിൽ വെക്കുന്നുണ്ട്. ഈ പറയുന്ന സാഹചര്യങ്ങളിൽ നമ്മളതവിടെ നിക്ഷേപിച്ചിട്ട് പോന്നു കഴിയുമ്പോൾ ഇത് അടുത്ത മഴയത്ത് ഇത് അടുത്ത കൃഷിയിടങ്ങളിലേക്കാണ് ഇവ ചെന്ന് ചേരുന്നത്. അങ്ങനെ വരുമ്പോൾ അതെന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഓരോ ഫലപുഷ്ടി നഷ്ടപ്പെടുന്നതിന് മറ്റൊരു കാരണമാകുമെന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ലാക്ക് ഓഫ് സാനിറ്റൈസേഷൻ ഓർ ഫോൾട്ടി സാനിറ്റൈസേഷൻ പ്രാക്ടീസസ് എന്ന് പറയുന്നത്. അടുത്തതാണ് പറയുന്നത് സലിനൈസേഷൻ ഡ്യൂ ടു ഇറിഗേഷൻ ആൻഡ് ഫ്ലഡ് എന്ന് പറയുന്നത്. അതായത് ഇത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിലൂടെ, അല്ലെങ്കിൽ പിന്നെ പറയുന്ന പ്രോപ്പറായിട്ടുള്ള ജലത്തിൻ്റെ സ്രോതസ്സിൽ ഉണ്ടാകുന്ന എന്താണ് പ്രോപ്പറായിട്ട് നമ്മൾ സപ്ലൈ ചെയ്യാതെ വരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പ്രോബ്ലമാണ് ഈ എന്താണ് സലിനൈസേഷൻ എന്ന് പറയുന്നത്. എന്താണെന്ന് നോക്കാം. ഇറിഗേഷൻ വാട്ടർ കണ്ടെയ്ൻസ് ഡിസോൾവ്ഡ് സാൾട്ട്സ് ആൻഡ് ഇൻ ഡ്രൈ ക്ലൈമറ്റ്സ് മച്ച് ഓഫ് ദി വാട്ടർ ഇൻ ദി saline solution evaporates, leaving its salts such as sodium chloride in the topsoil.
The accumulation of these salts is called salinization, which can stunt plant growth, lower yields, and eventually kill the crop and render the land useless for agriculture. അതായത് സാധാരണയായിട്ട് നമ്മൾ കഴിഞ്ഞ തവണത്തെ പ്രളയത്തിലൊക്കെ കണ്ടൊരു കാര്യമാണ്. ഇങ്ങനെ വെള്ളപ്പൊക്കം വന്ന് കഴിയുമ്പോഴത്തേക്കിനും ഈ കിടന്ന കടൽ ജലവും ഇതെല്ലാം മിക്സ് ആവും. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടുത്തെ വെള്ളം ഇതിൻ്റെ അകത്തുള്ള ഉപ്പുരസവും മറ്റു കാര്യങ്ങളെല്ലാം കൂടെ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ കൃഷിയിടങ്ങളിൽ അടിയുന്നു. പിന്നെ പതുക്കെ പതുക്കെ ഈ വെള്ളം ഒഴുകിപ്പോകുന്ന അല്ലെങ്കിൽ വെള്ളം മണ്ണിലേക്ക് വലിയുന്ന സമയത്ത് ഈ വരുന്ന ഉപ്പുരസങ്ങൾ എന്ത് ചെയ്യുന്നത് അത് മണ്ണിൽ ക്ലോട്ട് ആവുകയാണ് ചെയ്യുന്നത്. അത് വന്നു കഴിയുമ്പോൾ അമിതമായി കഴിയുമ്പോൾ അത് നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ചെറിയ തൈകൾ സീഡിങ് സാപ്ലിങ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവയൊക്കെ കരിഞ്ഞു പോകുന്നതിന് മറ്റൊരു കാരണമായിട്ടാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ സാൾട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സാലിനൈസേഷൻ എന്ന് പറയുന്നത്. വിച്ച് ക്യാൻ സ്റ്റാൻഡ് പ്ലാന്റ് ഗ്രോത്ത്, ലോവർ yields and eventually kill the crop and render the land useless for the agriculture. നെക്സ്റ്റ് സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ് എന്ന് പറയുന്നത്. സോയിൽ ഇറോഷൻ ഈസ് ദി മൂവ്മെൻറ്റ് ഓഫ് സർഫസ് ടോപ്പ് സോയിൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ. While erosion in a natural process often caused by wind and flowing water. ഓക്കെ, അപ്പോഴത്തേനും ഇങ്ങനെ സാധാരണയായിട്ട് മണ്ണൊലിപ്പ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു പ്രധാന പ്രയാസം അല്ലെങ്കിൽ പ്രശ്നമെന്ന് പറയുന്നത് ഈ മണ്ണിൻ്റെ ടോപ്പ് സോയിൽ എപ്പോഴും ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കും, മണ്ണൊലിച്ച് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒന്ന് താഴോട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കിനും ഈ വളവും മറ്റു കാര്യങ്ങളൊക്കെ ഒരു 1-2 ലെയറുകളിലായിട്ടായിരിക്കും സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന വളത്തിൻ്റെ ഗുണമേന്മയൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവ നഷ്ടപ്പെട്ട് പോയി കഴിയുമ്പോൾ ഈ മണ്ണ് ഒലിച്ച് പോകുന്നതിലൂടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തോട്ട് പോകുന്നതിലൂടെ അതിൻ്റെ അകത്ത് ഈ ഇതിൻ്റെ ഫലപുഷ്ടിയും കൂടെ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ളതാണ് ഇൻഡയറക്റ്റ് കോസസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ആസിഡ് റെയിൻ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് എങ്ങനെയാണ് ആസിഡ് റെയിൻ ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ ആസിഡ് റെയിൻ ഉണ്ടായി കഴിയുമ്പോൾ അത് വന്ന് വീഴുന്ന സ്ഥലങ്ങളിലുള്ള കൃഷികളൊന്നും തന്നെ നമുക്ക് അല്ലെങ്കിൽ അവിടുത്തെ മണ്ണ് ഫലപുഷ്ടിയുള്ളതായിരിക്കില്ല. രണ്ടാമെന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റാൻസസ്. രണ്ടാമത്തെയാണ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റാൻസസ് എന്ന് പറയുന്നത്. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റാൻസസ് റിസൾട്ടിങ് ഫ്രം എക്സ്പ്ലോഷൻസ് ഓഫ് ന്യൂക്ലിയർ ഡിവൈസസ്, ന്യൂക്ലിയർ ഡസ്റ്റ് ആൻഡ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് പെനിട്രേറ്റ് ദി സോയിൽ, ക്രീമിങ് സോയിൽ പൊല്യൂഷൻ. അതായത് റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ പിന്നെ ന്യൂക്ലിയർ ഡസ്റ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ പവർ പ്രോജക്റ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ ന്യൂക്ലിയർ പ്രോജക്റ്റുകളിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഈ അവിടുത്തെ ഡസ്റ്റിലേക്ക് ഇതിൻ്റെ ഈ ന്യൂക്ലിയർ ഡസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഇവയെല്ലാം കൂടെ അന്തരീക്ഷത്തിൽ ക്ലോട്ടായിട്ട് കുറെ കഴിയുമ്പോൾ അവ നേരെ വന്ന് മണ്ണിലേക്ക് അടിഞ്ഞ് ചേരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റാൻസസ് എന്നുള്ള വരുന്നത്. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് കോസസ് ഒന്ന് ഇൻഡയറക്റ്റ് കോസസ് എന്ന് നമുക്ക് പ്രധാനമായിട്ട് സോയിൽ പൊല്യൂഷൻ രണ്ടായിട്ട് തിരിക്കാം. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നതാണ് ഇഫക്ട്സ് ഓഫ് സോയിൽ പൊല്യൂഷൻ എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്ക് കാണാൻ പോകുന്നത്. എന്തൊക്കെയാണ് സോയിൽ പൊല്യൂഷൻ്റെ എഫക്ട്സ്, അതായത് മണ്ണ് മലിനീകരണം അല്ലെങ്കിൽ മലിനീകരിക്കപ്പെടുന്നതിലൂടെ എന്തൊക്കെ എഫക്ട്സുകളാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമ്മളിതിനകത്ത് പഠിക്കുന്നത്. ഒന്നാമത്തെയാണ് പറയുന്നത് ഇൻഫീരിയർ ക്രോപ്പ് ക്വാളിറ്റി. അതായത് നമ്മളിപ്പോൾ തൊട്ട് മുകളിൽ കണ്ടതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഇൻഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോൾ ഇത് മണ്ണിലേക്ക് ഇടുന്നതിലൂടെ മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതിലൂടെ പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നതാണ് ഹാംഫുൾ എഫക്റ്റ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. ഹ്യൂമൻ ഹെൽത്തിന് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഇത് വളരെ ഹാംഫുൾ, ഒരു ഭീഷണിയുള്ളൊരു കാര്യമായിട്ടാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ത്രെറ്റ് ടു ഹെൽത്ത് ഫോർ ലിവിങ് സ്പീഷീസ് വർക്കിംഗ് ഓർ പ്ലേയിങ് ഇൻ ദി കണ്ടാമിനേറ്റഡ് സോയിൽ ക്യാൻ ലീഡ് ടു റെസ്പിറേറ്ററി ഡിസീസസ്, സ്കിൻ ഡിസീസ് ആൻഡ് അതർ ഡിസീസ്. അതായത് ഈ പറയുന്ന മണ്ണിലേക്ക് ഈ പറയുന്ന ടോക്സിക് കെമിക്കൽസ് എല്ലാം കൂടെ കൊണ്ട് ഡിസ്പോസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് പല പ്രയാസങ്ങൾ നമുക്കുണ്ടാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അത് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ലിവിങ് സ്പീഷീസിന് തുടങ്ങി എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. പിന്നെ ലിവിങ് ജീവനുള്ളതോ അല്ലെങ്കിൽ മണ്ണിൽ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഓർഗാനിസം എന്നുള്ള ഒറ്റ വാക്കിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്ന കാര്യമായിരുന്നു. അപ്പോൾ ഈ പറയുന്ന കാറ്റഗറിയിലെല്ലാം ഉള്ള ഓരോ ജീവജാലങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതിന് കാണാവുന്നു. ദാറ്റ് വിൽ ഹാംഫുൾ ടു ദി ഫിസിക്കൽ ഹെൽത്ത് ഓഫ് ദി വെൽബീയിങ്.
നെക്സ്റ്റ് ആണ് പറയുന്നത് വാട്ടർ സോഴ്സ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. അതായത് ജലസ്രോതസ്സുകൾ മലിനീകരിക്കപ്പെടുന്നതാണ് അടുത്ത് പറയുന്നത്. സർഫസ് റൺ ഓഫ് ആഫ്റ്റർ റെയിനിങ് വിൽ ക്യാരി ദി പൊല്യൂട്ടഡ് സോയിൽ ആൻഡ് എൻ്റർ ഇൻ ടു ഡിഫറെൻറ്റ് വാട്ടർ റിസോഴ്സ്. ഇറ്റ് കോസ് അണ്ടർഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ. അതായത് ഭൂഗർഭജലം തുടങ്ങിയ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, എപ്പോഴും മലിനീകരിക്കപ്പെടുന്നതിന് മറ്റൊരു ഫാക്റ്റ് മറ്റൊരു റീസൺ ആയിട്ടാണ് പറയുന്നത് കണ്ടാമിനേറ്റിംഗ് ദി സോയിൽ റിസോഴ്സസ്. അടുത്തതാണ് പറയുന്നത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ഇക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റി. അതായത് നമ്മുടെ ജൈവ വൈവിധ്യവും അതുപോലെ എക്കോസിസ്റ്റവും എന്നാ ചെയ്യാൻ സാധിക്കുന്നു, അതിനൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. എങ്ങനെയാണ്? ഇപ്പോൾ ഈ പറയുന്ന പോലെ ജീവികൾ ചത്തൊടുങ്ങുന്നു, അതിലൂടെ ഭക്ഷ്യശൃംഖല അല്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം ഫുഡ് ചെയിന് ബ്രേക്ക് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ പോയിൻറ്റ്സ് മാത്രം ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കുക. What are the controlling measures adopted for eliminating the soil pollution? സോയിൽ പൊല്യൂഷൻ മാറ്റുന്നതിന് വേണ്ടിയുള്ള കൺട്രോളിങ് മെഷേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാണ് പറയുന്നത് റെഡ്യൂസിങ് കെമിക്കൽ ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡ് യൂസ്. അതായത് നമുക്കുള്ള രാസവളങ്ങൾ, പിന്നെ ഏതാണ് കെമിക്കൽ യൂസേജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത് ഒന്നാമത്തെ ഫാക്റ്റ്. രണ്ടാണ് റീയൂസിങ് ഓഫ് മെറ്റീരിയൽ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. റീയൂസിങ് ഓഫ് മെറ്റീരിയൽ സച്ച് ആസ് ഗ്ലാസ് കണ്ടെയ്നേഴ്സ്, plastic bag, paper, cloth, etc. Thus can be reused at domestic levels rather than being disposed, reducing solid waste, pollution, etc. അപ്പോൾ ഇതിനകത്ത് പറയുന്ന റെഡ്യൂസിങ് കെമിക്കൽ ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡ് യൂസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് പോയിന്റ് മാത്രം പഠിക്കും, ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പിന്നെയാണ് പറയുന്നത് റീയൂസിങ് ഓഫ് മെറ്റീരിയൽ. അതായത് ഈ ഗ്ലാസ് കണ്ടെയ്നേഴ്സ്, പ്ലാസ്റ്റിക് ബാഗ്, പേപ്പർ, ക്ലോത്ത് തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ നേരെ ഭൂമിയിലേക്ക് ഇതിലേക്ക് കൊണ്ടുപോയി അലക്ഷ്യമായി വലിച്ചെറിയാതെ അത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, വീണ്ടും റീയൂസ് ചെയ്യുക, വീണ്ടും അത് കഴുകി യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. പിന്നെയാണ് റീസൈക്ലിംഗ് ആൻഡ് റിക്കവറി ഓഫ് മെറ്റീരിയൽസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെയാണ് എന്താണ് ഈ വീണ്ടും അത് റീയൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എക്കോളജിയെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണം, പേപ്പർ നമ്മൾ വീണ്ടും ഒരു കാര്യത്തിന് യൂസ് ചെയ്ത്, നിങ്ങൾക്കിപ്പോൾ അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങൾ നാട്ടിൻപുറത്തുള്ളവർ കാണുന്നൊരു കാര്യമായിരുന്നു ഈ വനിതാ മാഗസിൻ, പിന്നെ എന്താണ് ബോനുമോളി, ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ, ഫിലിം മാഗസിൻ, ഇവയൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമ്മളിവ ഉപയോഗിക്കും അല്ലേ. നമ്മളിവ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ കണ്ട കടലയൊക്കെ പൊതിയുന്ന ആളുകൾ, അങ്ങനെ ചെറിയതായിട്ടുള്ള വളരെ സ്മോൾ സ്കെയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ ഇതിലൂടെ വാരി കൊടുക്കും. അവരത് അതിന് വേണ്ടി യൂസ് ചെയ്യും. മനസ്സിലാകുന്നുണ്ട്? അപ്പം ആ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി അവർ ഈ പറഞ്ഞ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിന് വേണ്ടി അവരത് മേടിക്കത്തില്ല. പകരം എന്ത് ചെയ്യുന്നു, വേറൊരു പേപ്പർ പോയി കാശ് കൊടുത്ത് മേടിക്കാതെ തന്നെ ഇത് ഒരൊറ്റ പ്രോഡക്റ്റ് കൊണ്ട് 3-4 ഉപയോഗങ്ങൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ പേപ്പർ ബാഗ് പോലുള്ള സംഭവങ്ങൾക്ക് പേപ്പർ ഒട്ടിച്ചിട്ട് ഇപ്പോൾ എടുക്കുന്നുണ്ട്. മനസ്സിലായി? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. പിന്നെ പറയുന്നത് ആണ് റിഫോറസ്റ്റേഷൻ അല്ലേ. അപ്പോൾ അതായത് ഈ വേസ്റ്റായിട്ട് കിടക്കുന്ന ലാൻഡുകളിലെല്ലാം നമ്മൾ ചെടി നട്ട് പിടിപ്പിച്ച് അതിനെ ബലപുഷ്ടി ഉള്ളതാക്കുക എന്നാണ് പറയുന്നത് റിഫോറസ്റ്റേഷൻ. അത് അടുത്ത തലമുറയ്ക്ക് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ഈ പറയുന്നത് സോയിൽ ഇറോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയാനായിട്ട് സാധിക്കും. പിന്നെ പറയുന്നതാണ് സോളിഡ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. എങ്ങനെയാണ് സോളിഡ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? ദാറ്റ് മീൻസ് പ്രോപ്പർ മെത്തേഡ്സ് ഷുഡ് ബി അഡോപ്റ്റഡ് ഫോർ സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ക്യാൻ ബി ട്രീറ്റഡ് ഫിസിക്കലി. നമുക്ക് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളൊക്കെ നമുക്ക് ഫിസിക്കലായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ വന്ന് കെമിക്കൽ, ബയോളജിക്കലി ആൻഡ് ദേ ആർ ലെസ് ഹസാർഡസ്. ഇവയൊക്കെ നമുക്ക് ഒത്തിരി ഭീഷണിയാവാത്ത തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അതാണ് മറൈൻ പൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് മറൈൻ പൊല്യൂഷൻ എന്ന് പറയുന്നത്? മറൈൻ പൊല്യൂഷൻ റെഫേഴ്സ് ടു polluted marine environment through different forms of contaminations which affect human health, causes obstruction to marine activities and leads to lowering the quality of sea water. അതായത് കടൽ ജലങ്ങൾ അല്ലെങ്കിൽ സമുദ്രം, ഇതെല്ലാം അതിൻ്റെ അകത്ത് വരുന്നതാണ്. ഈ പറയുന്ന ഇത് ഈ മറൈൻ എന്ന് പറയുന്ന മറൈൻ എഞ്ചിനീയറിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ മറൈനുമായി ബന്ധപ്പെട്ട ഏരിയകളിൽ ഉള്ള പൊല്യൂഷനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് ഈ പറയുന്ന മറൈൻ പൊല്യൂഷൻ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. അതെങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് പറയുന്നത്,
ഒബ്സ്ട്രക്ഷൻ ടു മറൈൻ ആക്ടിവിറ്റീസ് ദാറ്റ് ഇസ് ലോ ഇൻ ദി ക്വാളിറ്റി ഓഫ് സീ വാട്ടർ എന്നാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന കടൽ ജലത്തിന് അല്ലെങ്കിൽ സമുദ്രത്തിലേക്കുള്ള ജലസ്രോതസ്സുകൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അഥവാ മലിനമാക്കപ്പെടുന്നതിലൂടെ അതിലുള്ള മത്സ്യസമ്പത്ത് തൊട്ട് മറ്റ് ജീവജാലങ്ങൾ, സസ്യങ്ങൾ അല്ലേ, സസ്യങ്ങളൊക്കെ ഇതിൻ്റെ കടലിൻ്റെ അടിയിലുള്ളതുകൊണ്ട് ഇവയെല്ലാം എന്ത് ചെയ്യുന്നു, കണ്ടാമിനേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ യൂസ്ലെസ് ആയി പോകുന്ന ഒരു കാര്യമാണ് ഈ മറൈൻ പൊല്യൂഷനിൽ നമ്മൾ പറയുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മറൈൻ പൊല്യൂഷൻ ഈസ് ദെയർ. ഫസ്റ്റ് വൺ യൂട്രോഫിക്കേഷൻ, അസിഡിഫിക്കേഷൻ, ടോക്സിൻസ്, പ്ലാസ്റ്റിക്സ്, ഇത്തരം നാലെണ്ണമാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഓരോന്ന് നോക്കാൻ പോവുകയാണ്. ഒന്നാമത്തെയാണ് യൂട്രോഫിക്കേഷൻ, അമിതപോഷണം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലേ. വെൻ ദെയർ ഈസ് ആൻ എക്സസ് ഓഫ് കെമിക്കൽ ന്യൂട്രിയൻസ് ഇൻ ദി വാട്ടർ ഇറ്റ് ലീഡ്സ് ടു ന്യൂട്രോഫിക്കേഷൻ ഓർ ന്യൂട്രിയൻ പൊല്യൂഷൻ. ഇറ്റ് റെഡ്യൂസ് ദി ലെവൽ ഓഫ് ഓക്സിജൻ, ക്വാളിറ്റി ഓഫ് വാട്ടർ ആൻഡ് മേക്സ് ദി വാട്ടർ ഇൻഹാബിറ്റബിൾ ഫോർ ഫിഷ് അല്ലേ. ഈ അമിതപോഷണം എന്ന് പറയുന്നതാണ് ചില കെമിക്കൽ ഐറ്റംസ് അല്ലെങ്കിൽ ചില കെമിക്കൽ പ്രോഡക്ട്സിൻ്റെ അമിതമായിട്ടുള്ള കോൺസെൻട്രേഷനിലൂടെ എന്നാ സംഭവിക്കുന്നതാണ് പറഞ്ഞിരുന്നത്, ഓക്സിജൻ ലെവലുകളൊക്കെ കുറയുന്നു. ഇത് ഡയറക്റ്റും ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് മറ്റൊരു വശം എന്ന് പറയുന്നത് ഈ കണ്ട ആൽഗകൾ പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ധാരാളമായിട്ട് വളർന്ന് വന്നിരിച്ച് നമുക്ക് ഈ ഇടയ്ക്ക് നമ്മൾ മനോരമയിലൊക്കെ ന്യൂസ് കാണാറുണ്ട് അല്ലേ. ഈ പോള ഭയങ്കരമായിട്ട് അതിനങ്ങനെയാണ് പറയുന്നത്. അത് ഈ ഇതുപോലെ ഈ നമ്മൾ ആഫ്രിക്കൻ പായലൊക്കെ പറയുന്ന സാധനങ്ങളും ഈ പോള ഭയങ്കരമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞാൽ വള്ളമൊന്നും പോകത്തില്ല അതിൻ്റെ നടുക്കൂടെ. അതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ഈ ഓക്സിജൻ സർക്കുലേഷൻ എന്തെന്ന് കംപ്ലീറ്റ്ലി ബാൻഡ് ആകുന്നൊരു സാഹചര്യമാണ് വരുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്താണ് പറയുന്നത് അസിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് അസിഡിഫിക്കേഷൻ? അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നതിലൂടെ ദി എൻറ്റയർ ഓഷൻ അക്രോസ് ദി വേൾഡ് ബിക്കം അസിഡിക് ഇൻ നേച്ചർ. ദീസ് അഡ്വേഴ്സ്ലി എഫക്ട്സ് ദ ലൈഫ് ഓഫ് വാട്ടർ ആനിമൽസ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ്, ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇതിനകത്ത് എലമെൻറ്റ് കൂടി കഴിഞ്ഞാൽ ജീവികൾക്കൊന്നും ജീവിക്കാൻ പറ്റത്തില്ല, അവയെല്ലാം ചത്തുപോകുന്നതിന് കാരണമാകും. പിന്നെ പറയുന്നതാണ് ടോക്സിൻസ്. ടോക്സിൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് അതിൻ്റെ വരുന്നത്? പെസ്റ്റിസൈഡ്സുകൾ, DDT, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്താണ് വരുന്നത്. ഇതെല്ലാം മറൈൻ എക്കോസിസ്റ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകുന്നതിന് കാരണമാകുമെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ അടുത്താണ് പറയുന്നത് പ്ലാസ്റ്റിക്സ്. പ്ലാസ്റ്റിക് മീൻസ് ദി ഡംപിങ് ഓഫ് പ്ലാസ്റ്റിക് ഇൻ ദി ഓഷൻ ഓൾസോ കോസ് മറൈൻ പൊല്യൂഷൻ. പ്ലാസ്റ്റിക് ഡംപ്ഡ് ഇൻ ഓഷൻ ആർ ഡേഞ്ചറസ് ഫോർ ദി മറൈൻ ലൈഫ് ഫോംസ്. ഇത് ഈ പ്ലാസ്റ്റിക്കുകൾ അടിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് മത്സ്യസമ്പത്തുകളും മറ്റേ അതിലുള്ള ജീവികൾ, ഓർഗാനിസം എല്ലാം ചത്തുപോകുന്നതിനായിട്ട് ഒരു കാരണമാകും. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ വെള്ളത്തിൽ അതിൻ്റെ കെമിക്കൽസ് ഇറങ്ങുന്നതിനുള്ള ആദ്യം കണ്ട പ്രയാസങ്ങളെല്ലാം വരും. അടുത്താണ് വാട്ട് ആർ ദ സോഴ്സ് ഓഫ് മറൈൻ പൊല്യൂഷൻ. ഒന്നാമത്തെയാണ് പറയുന്നത് ടോക്സിക് കെമിക്കൽസ് ഇൻ വാട്ടർ. ഇതെങ്ങനെയാണ് വരുന്നത്? കെമിക്കൽ റൺ ഓഫ് ഫ്രം ഇൻഡസ്ട്രി എൻഡേജസ് മറൈൻ ലൈഫ്. നിങ്ങൾ ജസ്റ്റ് ആ പോയിൻ്റ് ഒന്ന് പഠിക്കുക. അതായത് ടോക്സിക് കെമിക്കൽസ് ഇൻ വാട്ടർ എന്നുള്ള ആ പോയിൻ്റ് പക്ഷേ നിർബന്ധമായിട്ട് എഴുതണം. നിങ്ങൾക്കത് എക്സാമിന് തരുന്ന ആൻസർ കീയുടെ അകത്ത് ഈ പോയിൻറ്റ്സാണ് പ്രധാനമായും തരുന്നത്. എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഇത്തരം പുസ്തകം വായിച്ചിട്ട് നന്നായിട്ട് എഴുതുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പ്രധാനപ്പെട്ട അതിനകത്തുള്ള കാരണങ്ങളിൽ ഒന്നാമതാണ് ടോക്സിക് കെമിക്കൽസ് ഇൻ വാട്ടർ എന്നുള്ളതിനകത്ത് പറയുന്നത് ഇൻഡസ്ട്രി കെമിക്കൽസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട എല്ലാ കെമിക്കൽ കോമ്പൗണ്ട്സും വെള്ളത്തിലേക്ക് വളരെ കൂടുതൽ അല്ലെങ്കിൽ അമിതമായിട്ട് ഇവ സ്പ്രെഡ് ചെയ്ത് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ അകത്തുള്ള ഈ കെമിക്കൽ ഇമ്പാക്റ്റ് കൂടുകയും അതിലൂടെ നമ്മൾ തൊട്ട് ബാക്കി കണ്ട പ്രയാസങ്ങളെല്ലാം വരികയും ചെയ്യും. പിന്നെ പറയുന്നതാണ് ഓയിൽ സ്പില്ലേജസ് എന്ന് പറയുന്നത്. ഓയിൽ സ്പില്ലേജസ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ ഇൻഡസ്ട്രിയൽ ഡംപിങ് അതിൻ്റെ അകത്ത് വരുന്നതാണ്. ഇൻഡസ്ട്രിയൽ ഡംപിങ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ഒത്തിരി ഇപ്പം ഞാൻ തൊട്ട് ബാക്കി പറഞ്ഞ പോലത്തെ ഒരു കാര്യം അതിൻ്റെ അകത്ത് വരുന്നതാണ്. നമ്മുടെ വേസ്റ്റ് എന്ന് പറയുന്നത്. വേസ്റ്റൊക്കെ ഇൻഡസ്ട്രിയുടെ മറ്റൊരു സൈഡായിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ ഈ സാധനങ്ങൾ കൊണ്ടുപോയി നമ്മൾ വെള്ളത്തിൽ കൊണ്ടുപോയി ഡംപ് ചെയ്ത് കഴിയുമ്പം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതിൻ്റെ കൂടെ ധാരാളം ഓയിൽസ്, ഈ ആദ്യം പറഞ്ഞ ഗ്രീസ്, അങ്ങനെ ഓയിൽ കണ്ടൻറ്റുള്ള ഓയിൽ എന്ന് പറയുന്നത് ആ എണ്ണമയമുള്ള എന്ത് പ്രോഡക്റ്റ് വാങ്ങാം, ഇതെല്ലാം ഇതിൻ്റെ അകത്തോട്ടങ്ങ് പോകും. ഒരു കാര്യം അറിയാമല്ലോ, വെള്ളത്തിലേക്ക് ഓയിൽ വീണ് കഴിഞ്ഞാൽ അതിങ്ങനെ മാറി കിടക്കത്തേ ഉള്ളൂ. ഒരു കാരണം വെച്ചാൽ കണ്ടാമിനേറ്റ് ആയിപ്പോ അല്ലെങ്കിൽ കംപ്ലീറ്റ് നെഗറ്റീവായിട്ട് പോവത്തില്ല. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നതാണ്. പിന്നെ പറയുന്നതാണ് പെസ്റ്റിസൈഡ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. പെസ്റ്റിസൈഡ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ
വളങ്ങൾ, പിന്നെ വരുന്ന കീടനാശിനി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ധാരാളമായിട്ട് വരുന്നതാണ്. പിന്നെ പറയുന്നതാണ് പ്ലാസ്റ്റിക് ലിറ്റർ ആൻഡ് ഹ്യൂമൻ വേസ്റ്റ്. പ്ലാസ്റ്റിക് ബാഗ്സ്, അലുമിനിയം ക്യാൻസ്, ട്രാഷ് ആൻഡ് അതർ ഹ്യൂമൻ വേസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ മേജർ പൊല്യൂട്ടൻ ഓഫ് ദി വേൾഡ്സ് ഓഷ്യൻ. അതായത് പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് സാധനങ്ങൾ ധാരാളം കൊണ്ടുപോയി പറയുന്നത് നമ്മളിപ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഓഷനിലോട്ടൊന്നും കൊണ്ടുപോയി കളയുന്നൊന്നുമല്ല. നമ്മുടെ ഇവിടെ സാധാ പോകുന്ന വഴിക്ക് എടുക്കുന്ന ഈ പെപ്സി, പിന്നെ കൊക്കോള, ഇങ്ങനെയുള്ള ക്യാനുകളൊക്കെ ഉണ്ട്. ഈ സാധനങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സാധാരണ എടുത്ത് വെള്ളത്തിലേക്ക് എടുത്ത് എറിയാറാണ് പതിവ്. ഇതെല്ലാം അവിടെ പോയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓരോ പ്രശ്നങ്ങൾ ധാരാളമായി ഉണ്ടാകുന്നു. പിന്നെയാണ് പറയുന്നത് സീവേജ് എന്ന് പറയുന്നത്. സീവേജ് അടുത്താണ് അതിൻ്റെ അകത്ത് സീവേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മലിനജലങ്ങളില്ല, അഴുക്ക് ഓടയിൽ നിന്നൊക്കെ വരുന്ന ജലങ്ങൾ. ഇത് ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയി സീയിൽ കൊണ്ടുപോയി തട്ടുമല്ല. പിന്നെ എന്താണ് നമ്മുടെ തൊട്ടടുത്തുള്ള കനാലുകളിലും അല്ലെങ്കിൽ പിന്നെ പറയുന്ന തോടുകളിലൊക്കെ കൊണ്ടുപോയി നമ്മൾ ഒഴുക്കി വിടുന്നതിലൂടെ അതും എന്ത് ചെയ്യാറുണ്ട്, നേരെ ഇതുപോലെ തന്നെ പുറത്തേക്ക് ധാരാളം പോകാറുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയാണ് ദി ഷിപ്പിംഗ് ഇൻഡസ്ട്രി. ഷിപ്പിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുടെ മറ്റൊരു പ്രയാസം അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് പറയുന്നത്. എന്താണ് ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ പറയുന്നത്? ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു വലിയൊരു കുഴപ്പം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്. ഇതിങ്ങനെ പോയി ഇരിക്കുമ്പോൾ അതിൻ്റെ അകത്തൊന്നും ഈ പറയുന്ന രീതിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഈ ഓയിലും മറ്റു കാര്യങ്ങളും വെള്ളത്തിലേക്ക് കലരുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് വരുന്നത് ഈ പറയുന്ന ഓയിൽസ് മാത്രമല്ല, പിന്നെ എന്തൊക്കെയാണ്, മറ്റ് കെമിക്കൽസ് വരാറുണ്ട്, ഗ്യാസസ് വരാറുണ്ട്. ഇവയെല്ലാം എന്ത് ചെയ്യാറുണ്ട്, വെള്ളത്തിലേക്ക് കലർന്ന് അത് കഴിഞ്ഞാൽ അതെല്ലാം ഈ പറയുന്ന ജലത്തിൻ്റെ ആ സ്രോതസ്സിനെ എന്ത് ചെയ്യുന്നു, മലിനമാക്കുന്നതായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്താണ് പറയുന്നത് ആക്സിഡൻറ്റ്സ് ആൻഡ് സ്പില്ലേജസ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഈ എണ്ണക്കപ്പലുകളൊക്കെ അങ്ങനെയുള്ള സാധനങ്ങൾ പോയി മറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു കടൽ മൊത്തം എന്താണ് അതിൻ്റെ അകത്തുള്ള സകല ജീവജാലങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാറുണ്ട്, കംപ്ലീറ്റ് ചത്തുപോകുന്നതിലേക്ക് ഒരു ഇത് ലീഡ് ചെയ്യും. അങ്ങനെ വന്നാൽ ആ വെള്ളം ക്ലീൻ ചെയ്യാൻ നടക്കുന്ന കാര്യങ്ങളല്ല, അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയുള്ളതാണ് ഓഫ് ഷോർ ഓയിൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഉൾക്കടലുകളിൽ എണ്ണ ഖനനം എന്ന് പറയുന്നൊരു വലിയൊരു കാര്യമുണ്ട്. അങ്ങനെ എണ്ണ ഖനനം ചെയ്യുന്നതിലൂടെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ധാരാളം ഈ നമ്മുടെ മേഖലകളെല്ലാം പൊല്യൂട്ടൻ്റ് ആകാനായിട്ടുള്ള ഒരു സാധ്യത പറയുന്നത്. പിന്നെ ഡിസോൾവ്ഡ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഫ്രം ഹ്യൂമൻ ഫോസിൽ ഫ്യൂൽ കൺസംഷൻ ആർ മേക്കിംഗ് ദി സീ മോർ അസിഡിക്. അല്ലേ, ഗ്രീൻ ഹൗസ് ഗ്യാസ് നമ്മൾ നേരത്തെ തന്നെ എൻവയോൺമെൻറ്റ് ആളുകൾ പഠിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതും എന്താണ്, ഹ്യൂമൻ ഫോസിൽ ഫ്യൂവൽ കൺസംഷൻ, ഇതും ഈ പറയുന്ന പോലെ ജലത്തെ മലിനമാക്കുന്ന കാര്യമാണ്. അടുത്താണ് ഇഫക്ട്സ് ഓഫ് മറൈൻ പൊല്യൂഷൻ. ഓക്കെ, ഇഫക്ട്സ് ഓഫ് മറൈൻ പൊല്യൂഷൻ്റെ അകത്ത് വരുന്ന ഒന്നാമത്തെയാണ് ഓക്സിജൻ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന സീവേജ്, അതായത് അഴുക്ക് ജലവും മറ്റു ഓടയിലെ സാധനങ്ങളൊക്കെ ഈ വെള്ളമെല്ലാം അങ്ങോട്ട് നമ്മൾ ഒഴുക്കി വിടുന്നതിലൂടെ ഈ ജലത്തിലുള്ള ജീവികൾ, പിന്നെ പറയുന്ന ചെടികൾ, ഇതൊക്കെ നശിക്കുന്നതിന് വളരെ കാരണമാകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെല്ലാം എന്താണ് പ്രയാസം ഉണ്ടാക്കുന്നത്, ഓക്സിജൻ ഡിപ്ലീഷനിലേക്കാണ് നയിക്കുന്നത്. പിന്നെ പറയുന്നതാണ് ഹയർ അസിഡിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഹയർ അസിഡിറ്റി? ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ എന്താണ് അസിഡിറ്റിയുടെ കാര്യമാണ്. ഹയർ അസിഡിറ്റി എന്ന് പറയുന്നത് വെച്ചാൽ ടോക്സിക് കെമിക്കൽസ് മേക്ക് ഓഷൻസ് മോർ അസിഡിക് എന്നാണ് പറയുന്നത്. ഈ കെമിക്കൽസ് ഇതിങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് ധാരാളം വിഷാംശം വെള്ളത്തിലേക്ക് കലരുന്നു. ഇത് പ്ലാന്റിനും അതുപോലെ തന്നെ മൃഗങ്ങൾക്കും വളരെ ഹാനികരമാണ് അല്ലെങ്കിൽ ദോഷകരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വരുന്നതാണ് കുക്കിംഗ് മറൈൻ ലൈഫ്. ഈ ക്രോക്കിംഗ് മറൈൻ ലൈഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഈ ചെറിയ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ, പ്ലാസ്റ്റിക് പേപ്പറുകൾ, ഇങ്ങനെയുള്ള കളർഫുള്ളായിട്ടുള്ള സാധനങ്ങൾ, പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ കേട്ടോ, കളർ ആയിട്ടുള്ള സാധനങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ ഈ എന്താണ് ഫിഷും അതിൻ്റെ അകത്തുള്ള മറ്റ് ജീവികൾ, എന്താണ് ഈ പറഞ്ഞ തിമിംഗലം തൊട്ട് മുതല വഴിയുള്ള സാധനങ്ങളൊക്കെ ഇതിങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഈ കളർഫുള്ളായിട്ട് ഈ സാധനം വരുമ്പോൾ ഇവർക്ക് ഇതൊരു കണ്ടിട്ടുണ്ടാവില്ല, എന്തെങ്കിലും കഴിക്കാനുള്ള സാധനമാണെന്ന് നേരെ എടുത്ത് തട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒത്തിരി ജീവികൾ ഈ ചെത്തടിയുന്നതിൻ്റെ അകത്ത് നമ്മൾ ന്യൂസുകൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ന്യൂസുകൾ കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഫിഷിൻ്റെ ഇതിൻ്റെ വയറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് പീസുകൾ സാധനം കാണുന്നുണ്ടെന്ന്. ഇത് ദഹിക്കാതെ അവിടെ കിടക്കും. കുറച്ച് കഴിഞ്ഞാൽ ഈ മീൻ അല്ലെങ്കിൽ ഈ ജീവികൾ ചത്തുപോകുന്നതിന് കാരണമാകുന്നു. പിന്നെ പറയുന്നതാണ് സ്പോയിലിംഗ് ബേർഡ്സ് ഫെദേഴ്സ്. പിന്നെയാണ് പറയുന്നത് ബേർഡ്സ് ഫെദേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ നല്ലൊരു ശതമാനം ബേർഡ്സുകളും
എന്താണെന്ന് ഈ പറയുന്ന ജലാശയങ്ങളിൽ ചെന്നിട്ട് ഇവന്മാർ മുങ്ങി കുളിച്ച് നമുക്ക് കാണാവുന്നതല്ലേ ഇത് ന്യൂസുകൾ അല്ല വീഡിയോസ് ആനുവൽ പ്ലാനറ്റൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ടോക്സിക് കെമിക്കൽസ് ഉള്ള വെള്ളത്തിലേക്ക് ഈ ബേഡുകൾ ചെന്ന് ചാടിക്കഴിയുമ്പോഴത്തേനും ഹൈ പോയിസൺഡ് ആണെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ ചാകും. മറ്റുള്ളതാണെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഫെദറുകൾ അല്ലെങ്കിൽ തൂവലുകളിൽ ഇതിൻ്റെ ഈ ഓയിലും മറ്റു കാര്യങ്ങളെല്ലാം കൂടെ കയറി പിടിച്ചിട്ട് ചിലതിൽ നെയ്യൊക്കെ പോലുള്ള സാധനങ്ങളുണ്ട്. അത് വന്നു കഴിയുമ്പോഴത്തേന് ഇതിനൊരു പറക്കാനൊന്നും പറ്റത്തില്ലാത്ത അവസ്ഥയിലേക്ക് വന്ന് ഗ്രാജുവലി ഇവന് ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ലാത്ത ആ സാധനങ്ങൾ മൊത്തം എന്ത് ചെയ്യാൻ പോകും, ഈ ബേഡ്സുകൾ കംപ്ലീറ്റ് നശിച്ചു പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പിന്നെ ഉള്ളതാണ് ബ്ലോക്കിംഗ് ഔട്ട് ദി സൺലൈറ്റ്. എന്താണ് ബ്ലോക്കിംഗ് ഔട്ട് ദി സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ പൊല്യൂട്ടൻസ് സച്ച് ആസ് ഓയിൽ ഓർ ലിറ്റർ ക്യാൻ ബ്ലോക്ക് ഔട്ട് ദി സൺലൈറ്റ് ഫ്രം സീ പ്ലാന്റ്സ് വിച്ച് നീഡ് സൺലൈറ്റ് ഫോർ ഫോട്ടോസിന്തസിസ്. പിന്നെ പറഞ്ഞാൽ ഈ ബ്ലോക്കിംഗ് ഔട്ട് ദി സൺലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആൽഗകളും മറ്റുമൊക്കെ ഇങ്ങനെ വളർന്ന് ഭയങ്കരമായിട്ട് ഈ ചെടികളൊക്കെ പൊങ്ങി വളർന്ന് നിന്ന് കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകാൻ പോകുന്നതിന് മറ്റൊരു വലിയൊരു പ്രയാസം അല്ലെങ്കിൽ പ്രശ്നമെന്ന് പറയുന്നത് ഈ ജീവികൾക്ക് ഒന്നും ഇതിൻ്റെ ഈ പറയുന്ന സൺലൈറ്റിൻ്റെ ഒരു ഫേവർ കിട്ടത്തില്ല എന്നാണ് പറയുന്നത്. സൺലൈറ്റ് കിട്ടത്തില്ല, കാരണം കംപ്ലീറ്റ് ഇതിങ്ങനെ ആയിപ്പോയി കഴിയുമ്പോൾ തന്നെ ഈ ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല, പ്രകാശ സംശ്ലേഷണം കിട്ടത്തില്ല. അതാണ് അങ്ങനെ. അപ്പോൾ ഈ സീ പ്ലാന്റ്സ് ഇത് അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ അതിൻ്റെ അകത്തുണ്ട്. പ്രകാശ സംശ്ലേഷണം നടക്കാത്തത് കൊണ്ട് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതും ഈ പറയുന്ന പോലെ ഒരു ഫുഡ് ചെയിനെ ബാധിക്കുന്നതാണ്, അല്ല ഓർഗാൻസിനെ ബാധിക്കുന്നതാണ്. പിന്നെ ഡേഞ്ചേഴ്സ് ടു ഹ്യൂമൻ ഹെൽത്ത് അറിയാമല്ലോ. വാട്ട് ആർ ദ കൺട്രോളിങ് മെഷേഴ്സ്? ഫസ്റ്റ് ബി കെയർഫുൾ വിത്ത് കെമിക്കൽസ്. ഇനി അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കെമിക്കൽസോട് കൂടെയല്ല നിങ്ങൾ ശ്രദ്ധാലുവാകുക. പിന്നെ അവോയ്ഡിങ് ഫ്ലഷിങ് ഓർ റിൻസിങ് ഹാംഫുൾ പാർട്ടിക്കിൾസ്. അതാണ് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള വേസ്റ്റ് ബിന്നുകളിലോ അല്ലെങ്കിൽ വാഷ് ബേസിനുകൾ തുടങ്ങിയ സാധനങ്ങളിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്ന സാധനങ്ങൾ ഒന്നും കൊണ്ട് ഫ്ലഷ് ചെയ്യാൻ പാടില്ല, അല്ല റിൻസിങ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. പ്ലാസ്റ്റിക് എലമെൻറ്റുകൾ അത് നമുക്ക് ഇപ്പം നമ്മൾ നോക്കും ഈ വാഷ് ബേസിൻ്റെ അല്ല സിങ്കുകളിലൂടെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന സാധനം അത് ഇറങ്ങിപ്പോകുമെന്ന് നോക്കും, ഇല്ല നമ്മൾ പണി കിട്ടുമല്ലോ. അപ്പോൾ ഇറങ്ങിപ്പോകുന്ന ഐറ്റംസ് ആണെങ്കിൽ നേരെ കൊണ്ട് അതിൻ്റെ തട്ടിയിട്ട് പുറകെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുറേ ഹാൻഡ് വാഷ് പോലത്തെ സാധനങ്ങൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മളത് കൊണ്ട് നല്ല വെടിപ്പായിട്ട് കൊണ്ട് തെളിവ് നശിപ്പിക്കും. പക്ഷേ ഇത് ചെല്ലുന്ന എങ്ങോട്ടാണ്, ഇത് എൻ്റയർ നേച്ചറിൻ്റെ സേഫ്റ്റിക്ക് യോജിക്കുന്ന രീതിയിലല്ല നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെയാണ് ക്യാമ്പയിനിങ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ക്യാമ്പയിൻസ് നടത്തുന്നതിലൂടെ നമുക്കിത് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ആണ് വോളണ്ടിയർ അറ്റ് ആൻ ഓയിൽ സ്പിൽ സൈറ്റ്. പിന്നെ പറയുന്നതാണ് ഈ വോളണ്ടിയർ അറ്റ് ആൻ ഓയിൽ സ്പിൽ സൈറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഇങ്ങനെ ഈ എണ്ണ തുടങ്ങിയ സാധനങ്ങൾ വെള്ളത്തിലേക്ക് കലരുന്നത് നമ്മൾ നിർബന്ധമായും എന്ത് ചെയ്യുക, ഒഴിവാക്കുമ്പോഴത്തേനും ഇൻ കേസ് അവിടെ പടർന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളതിനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്ന വോളണ്ടിയർ അറ്റ് എ ബീച്ച് ക്ലീനപ്പ് എൻഷുറിങ് നോ ഡെബ്രിക്സ് റിലീസ്ഡ് ഇൻ ടു ദി ഓഷൻ. ഇതൊന്നും കടലോട്ട് കൊണ്ടുപോയി ഇടാതിരിക്കാൻ ബോധവൽക്കരണം നടത്തുക. പിന്നെ അവിടെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്ലീൻ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യാൻ സാധിക്കും. അടുത്ത നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് നോയിസ് പൊല്യൂഷൻ. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കുന്നത് നോയിസ് പൊല്യൂഷൻ എന്താണെന്നാണ്, അഥവാ ശബ്ദ മലിനീകരണം. ഇത് നമ്മൾ ആദ്യം പഠിച്ച മലിനീകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ഒത്തിരി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പോയിൻറ്റ്സ് ഒന്ന് നോക്കുക. മീനിങ് ആൻഡ് ഡെഫിനേഷൻ. നോയിസ് പൊല്യൂഷൻ റെഫേഴ്സ് ടു അൺവാണ്ടഡ് ഓർ എക്സസീവ് സൗണ്ട് ദാറ്റ് ക്യാൻ ഹാവ് എ ഹാംഫുൾ എഫക്റ്റ് ഓൺ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ ക്വാളിറ്റി. മനുഷ്യനും പ്രകൃതിക്കും അസ്വാഭാവികമായി ശബ്ദത്തിൽ നിന്ന് ശല്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്നു. സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്, നോയിസ് ഈസ് അൺവാണ്ടഡ് സൗണ്ട് ആൻഡ് നോയിസ് പൊല്യൂഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദി അൺഡിസൈറബിൾ സൗണ്ട് ദാറ്റ് ഇൻ്റർഫിയർസ് സിഗ്നിഫിക്കൻ്റ്ലി വിത്ത് ദി കംഫർട്ട്, ഹെൽത്ത് ഓർ വെൽഫെയർ ഓഫ് എ പേഴ്സൺസ് ഓർ വിത്ത് ദി ഫുൾ യൂസ് ഓർ എൻജോയ്മെൻറ്റ് ഓഫ് എ പ്രോപ്പർട്ടി. നമ്മുടെ സ്വത്തുവകകൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സ്വൈര്യവിഹാരത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന സൗണ്ടിൽ നിന്നുണ്ടാകുന്ന പൊല്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റാണ് നമ്മൾ വരുന്നത് അതിൻ്റെ ടൈപ്സ് ഓഫ് നോയ്സ് പൊല്യൂഷൻ ഏതൊക്കെയാണ്. ഒന്ന് ഇൻഡോർ നോയ്സ് പൊല്യൂഷൻ എന്നും രണ്ടാമത്തെ ഔട്ട്ഡോർ നോയ്സ് പൊല്യൂഷൻ എന്നും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഇൻഡോർ നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, റേഡിയോസ്, മ്യൂസിക് സിസ്റ്റം, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, ഇങ്ങനെയുള്ള നമ്മുടെ വിതിൻ ദ വാൾ അല്ലേ, നമ്മുടെ ഭിത്തിയുടെ അകത്ത് തന്നെ നമുക്ക് ഭിത്തിക്കുള്ളിൽ
നമുക്ക് ശല്യമാകുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻഡോർ നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഔട്ട്ഡോർ നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത്? ഔട്ട്ഡോർ നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. നോയ്സ് എമിനേറ്റിംഗ് ഫ്രം ഫാക്ടറീസ്, വെഹിക്കിൾസ്, പിന്നെ എന്താണ് പറയുന്നത് പ്ലേയിങ് ഓഫ് എ ലൗഡ് സ്പീക്കർ. അതായത് നമുക്കറിയാം പൊതു മേഖലകൾ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ ഈ പറയുന്ന മൈക്രോഫോണുകൾ, പിന്നെ ഏതാണ് വലിയ സമ്മേളനങ്ങൾ, പ്രോഗ്രാമുകൾ, ഇതൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇത് എത്ര ഡെസിബലിൻ്റെ അകത്ത് അല്ലേ സൗണ്ട് എക്സ്പ്രസ് ചെയ്യുന്നത് ഡെസിബലിനാണ്. അപ്പോൾ ഇത്തരം ഡെസിബലിൻ്റെ അകത്ത് വരുന്ന സൗണ്ടുകൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് നമുക്ക് നിയമമുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് ഔട്ട്ഡോർ നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ സോഴ്സ് ഓഫ് നോയ്സ് പൊല്യൂഷൻ? നോയ്സ് പൊല്യൂഷൻ്റെ പ്രധാനപ്പെട്ട സോഴ്സസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്ന്, പ്രധാനപ്പെട്ട നോയ്സ് പൊല്യൂഷൻ്റെ സോഴ്സ് ഒന്നാണ് ഇൻഡസ്ട്രിയൽ നോയ്സ് എന്ന് പറയുന്നത്. എന്താണ് ഇൻഡസ്ട്രിയൽ നോയ്സ്? വലിയ വലിയ വ്യവസായ സംരംഭങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അതിലെ യന്ത്രങ്ങൾ, പിന്നെ അലാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടർന്നാണ് അതിന് ഇൻഡസ്ട്രിയൽ നോയ്സ് വരുന്നത്. പിന്നെയാണ് ലൗഡ് സ്പീക്കേഴ്സ് ഇൻ ദി ഇവൻറ്റ്സ്, വെഹിക്കുലർ നോയ്സ്, ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റി, ഹ്യൂമൻ സോഴ്സസ്, കൺസ്ട്രക്ഷൻ സൈറ്റ്സ്, പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ്, വലിയ സമ്മേളനം, പ്രക്ഷോഭങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അവിടെയെല്ലാം എന്ത് വരാറുണ്ട്? ഈ പറയുന്ന പോലെ നോയ്സ് പൊല്യൂഷൻ വരാറുണ്ട്. അതൊക്കെ മറ്റൊരു കോസസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഈ പറയുന്ന നോയ്സ് പൊല്യൂഷൻ കൊണ്ടുള്ള ഇഫക്ട്സ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഇഫക്ട്സ് ഓഫ് എ നോയ്സ് പൊല്യൂഷൻ? ഫസ്റ്റ് വൺ ഈസ് ഓഡിറ്ററി ഇഫക്ട്സ് എന്ന് പറഞ്ഞ് എന്താണെന്ന് നോക്കാം. ദി നോയ്സ് പൊല്യൂഷൻ മേ കോസസ് എ ടെമ്പററി ഓർ പെർമനൻറ്റ് ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്. ഒന്നെങ്കിൽ സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടോ നമുക്ക് കേൾവി ശക്തി കുറയുന്നതിനോ അല്ലെങ്കിൽ അവ കംപ്ലീറ്റ് ആയി പോകുന്നതിനോ ഉള്ള, അതന്നെ ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് എന്ന് പറയുന്നത് അതാണ്, കേൾവി ശക്തി നശിക്കുന്നതിനോ കാരണമാകുന്നു. ഇത് ഒരു പ്രയാസമാണ് പറയുന്നത് ഈ ഓഡിറ്ററി എഫക്ട്സ് എന്ന് പറയുന്നത്. അടുത്ത വരുന്നതാണ് കോസസ് ഡെഡ്ലി ഇൽനെസ് അല്ലേ. ഈ ഡെഡ്ലി ഇൽനെസ്സിൻ്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്യാൻസർ വരാറുണ്ട്. പിന്നെ പറയുന്നത് നമുക്ക് എന്താണ് ഓർമ്മശക്തിയിൽ വരുന്ന പ്രയാസങ്ങൾ, പിന്നെ ലോസ് ഓഫ് കോൺസെൻട്രേഷൻ, ഇൻട്രപ്ഷൻ, സ്പീച്ച്, സ്ട്രെസ് ആൻഡ് ഡിപ്രഷൻ എക്സെട്ര. അതായത് ഈ ചില പഠനങ്ങളിടയ്ക്ക് പറയുന്നുണ്ട് നമുക്ക് ഈ കൂടുതലായിട്ട് അല്ലെങ്കിൽ അമിതമായിട്ട് ഹെഡ്സെറ്റ് നമ്മൾ ഉപയോഗിക്കരുത് അല്ലേ, ഇയർഫോണുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം നല്ല ബാസൊക്കെയുള്ള നല്ല ഈ ബ്രാൻഡഡ് കമ്പനികൾ, സോണിയൊക്കെ പോലുള്ള നല്ല നേരത്തെ നല്ല ഹെഡ്സെറ്റ് ആയിരിക്കും, നല്ല പവർഫുള്ളായിട്ട് നമ്മൾ അതിന് കൊടുത്ത് സൗണ്ടും കൂടെ ഫുള്ള് വെച്ച് കഴിഞ്ഞ് കേട്ട് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ 100% സൗണ്ട് നമ്മുടെ ചെവിയുടെ അകത്തോട്ട് തന്നെയാണ് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് അത് ഗ്രാജുവലി നമ്മുടെ ചെവിയുടെ ശ്രവണശക്തി കംപ്ലീറ്റ് പോകുന്നതിന് കാരണമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയാണ് ആക്സിലറേറ്റ് ദി ഹാർട്ട് റേറ്റ്. അതായത് ഇങ്ങനെയുള്ള ശബ്ദമലിനീകരണം എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്? എക്സ്പോർട്ട് ദി എക്സോസ്റ്റ് നോയ്സസ് എബോവ് 180 ഡെസിബൽ ഇൻറ്റൻസിറ്റി മേ റിസൾട്ട് ഇൻ ഡെത്ത്. 180 ഡെസിബലിന് മുകളിലുള്ള ശബ്ദം എന്ന് പറയുന്നത് എന്തിലേക്ക് നയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അത് മരണത്തിലേക്ക് നയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം സ്ട്രെസ് ഉണ്ടാകും. ചില ആളുകളുണ്ട്, നമുക്ക് ഈ ഉദാഹരണം സിമ്പിളായിട്ടൊരു റീസൺ പറയാം. നമുക്ക് ഈ ചില ട്രിപ്പുകൾ പോകുമ്പോഴോ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെയൊക്കെ അങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ പോകുന്ന സമയത്ത് പിള്ളേർ സെറ്റിലാണ് പുറകെ ഈ ടൂറിസ്റ്റ് ബസ്സിൽ കിടന്ന് പാട്ടിട്ട് കിടന്ന് ഡാൻസ് ചെയ്യും. പക്ഷേ ഈ അപ്പച്ചന്മാർ കിടന്ന് നിർത്താൻ പറഞ്ഞു വെച്ച് ഒച്ചപ്പാടുണ്ടാക്കും. മിക്കപ്പോഴും കാണുന്ന സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ സൗണ്ട് എടുക്കാൻ പറ്റത്തില്ല. ഹാർട്ട് പേഷ്യൻസൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? ഇത്രയും വലിയ സൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് കൂടും. ഹാർട്ട് ബീറ്റ് കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ തട്ടിപ്പന്നിരിക്കും. ചെറിയൊരു പാട്ടിട്ട് കഴിഞ്ഞാൽ വരുന്ന സംഭവമാണിത്. ഓക്കെ. പിന്നെ ഉള്ളത് ഡേഞ്ചറസ് ടു ആനിമൽ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ചില തുടർച്ചയായിട്ട് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവർക്ക് ഭയങ്കര അസൗകര്യം വന്ന ശല്യമാണ്. ചെറിയ ബേഡ്സുകളുണ്ട്. പിന്നെ അതാണ് നമ്മൾ ഈ ആനയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ വലിയ വലിയ സൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ ഓടിക്കാറുണ്ട്. അപ്പോൾ അത് പേടിപ്പിച്ച് ഓടിക്കുന്നതാണ്. പക്ഷേ ഈ പറയുന്ന ബേഡ്സുകളൊക്കെ ആണെങ്കിൽ അമിതമായി കഴിഞ്ഞാൽ അവയ്ക്ക് ഈ പറയുന്ന ഇഷ്യൂസ് ഉണ്ടാകുന്നതാണ്. നെക്സ്റ്റ് ഹിൻഡറിങ് ഗ്രോത്ത് ഓഫ് വെജിറ്റേഷൻ, സ്പീച്ച് ഇൻ്റർഫിയറൻസ്, സ്ലീപ്പ് ഇൻ്റർഫിയറൻസ്, പത്തോളജിക്കൽ എഫക്ട്സ് അല്ലേ. അപ്പം ഈ പത്തോളജിക്കൽ എഫക്ട്സ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് പറയുന്നത്. ഈ ഒത്തിരി സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വൊമിറ്റ് ചെയ്യാൻ വരും അല്ലേ, ഛർദ്ദിക്കാൻ വരും. പിന്നെ എന്താണ് തലവേദന ഉണ്ടാവും, കോൺസെൻട്രേഷൻ പോകും, ഉറക്കക്കുറവ് വരും. ഇങ്ങനെയുള്ള ഒത്തിരി ഇഷ്യൂസ് അതിൻ്റെ അകത്ത് വരും. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക.
പിന്നെയുള്ളതാണ് കൺട്രോൾ ഓഫ് നോയിസ് പൊല്യൂഷൻ എന്നുള്ള അടുത്ത ഹെഡിങ്. ഒന്ന് കൺട്രോൾ അറ്റ് എ സോഴ്സ് എന്നും രണ്ടാമത്തെ ഇൻ ദി പാത്ത് എന്ന് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനിയുള്ളത് പറയുന്നത് കാരണം അതെങ്ങനെയൊക്കെ തരംതിരിക്കാം. ചിലർക്ക് സൗണ്ട് ഇല്ലാതെ പറ്റത്തില്ല എങ്കിൽ അവർക്ക് സൗണ്ട് പ്രൂഫൊക്കെ കൊടുത്ത് അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ അതിനകത്ത് പറഞ്ഞു. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് തെർമൽ പൊല്യൂഷൻ. അടുത്തതാണ് താപവൈദ്യുത പദ്ധതികളൊക്കെ വരുന്ന അതുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ് തെർമൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് തെർമൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്? തെർമൽ പൊല്യൂഷൻ എന്ന ഡെഫിനേഷൻ നോക്കുക. തെർമൽ പൊല്യൂഷൻ ഓർ ഹീറ്റ് പൊല്യൂഷൻ ഈസ് ദി ഹാംഫുൾ റിലീസ് ഓഫ് ഹീറ്റഡ് ലിക്വിഡ്സ് ഇൻ ടു ദി ബോഡി ഓഫ് വാട്ടർ. ഒന്നെങ്കിൽ ജലാശയങ്ങളിലേക്ക് ഹീറ്റഡ് ലിക്വിഡ്സ് കടത്തിവിടുന്നു. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഈ പറയുന്ന വാട്ടർ ബോഡിയിലേക്ക് കടത്തിവിടുന്നത്. അല്ലെങ്കിൽ പിന്നെ പറയുന്നതാണ് ഹീറ്റ് റിലീസ് ഇൻ ദി എയർ ആസ് എ വേസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് ആൻ ഇൻഡസ്ട്രി യൂണിറ്റ്. വ്യവസായ സംരംഭങ്ങളുടെ ബാഹ്യ വേസ്റ്റ് പ്രോഡക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, ഹീറ്റ് ഈ പറയുന്ന താപം അന്തരീക്ഷത്തിലേക്ക് കടത്തിവിടുന്നുള്ളൂ. അതിലൂടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത്, അതെല്ലാം നമുക്ക് എന്തെന്ന് വിളിക്കാൻ സാധിക്കും? തെർമൽ പൊല്യൂഷൻ തന്നെ വിളിക്കാൻ സാധിക്കും. പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് തെർമൽ പൊല്യൂഷൻ ഏതൊക്കെയാണ്? ഒന്ന് ഇൻഡസ്ട്രിയൽ ഇൻഫ്ലുവൻസ്. അതായത് ഇൻഡസ്ട്രി ആൻഡ് പവർ പ്ലാന്റ്സ് മേ യൂസ് വാട്ടർ ടു കൂൾ മെഷീനറീസ് ആൻഡ് ദെൻ ഡിസ്ചാർജ് ദി വാംഡ് വാട്ടർ ഇൻ ടു സ്ട്രീംസ്, അല്ലേ? അപ്പോൾ കനാലിലേക്ക് മറ്റ് ജലാശയങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന സാധനങ്ങൾ ധാരാളമായിട്ട് ഒഴുക്കി വിടുകയും പവർ പ്ലാന്റ്സുകളിലൂടെ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു, കൂൾ മെഷീനറികൾ ഉപയോഗിക്കുന്നതിലൂടെ ധാരാളം പ്രശ്നങ്ങൾ വരുന്നു. അതെല്ലാം ഇൻഡസ്ട്രി ഇൻഫ്ലുവൻസ് എന്ന് നമുക്ക് കോമണായിട്ട് വിളിക്കാം. പിന്നെയാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണാതെ എഴുതിയതെന്ന് പഠിച്ചോളാം. ടെക്നിക്കൽ ടൈമുകൾ അങ്ങനെ തന്നെ എഴുതണം. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് വളരെ ഉപയോഗിക്കാത്ത ഹീറ്റുകൾ, പിന്നെ പറയുന്ന വളരെ അപകടകരമായ റേഡിയോ ന്യൂക്ലിയർ വികീർണങ്ങൾ ഈ ജലാശയങ്ങളിലേക്ക് അല്ലെ വാട്ടർ സ്ട്രീംസിലേക്ക് കടത്തിവിടുന്ന ഒരു സംഭവമാണ് ഇതിൽ വരുന്നത്. ധാരാളം ന്യൂക്ലിയർ പവർ പ്രൊജക്റ്റുകളുണ്ട്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ധാരാളം പവർ പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ ഈ ന്യൂക്ലിയർ പവർ പ്രൊജക്റ്റിൽ നിന്ന് ഇങ്ങനെയുള്ള വികിരണങ്ങൾ വെളിയിലേക്ക് കടത്തിവിടുകയും പിന്നെ എന്താണ്, എമിഷൻസ് ഫ്രം ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആൻഡ് പ്രോസസ്സിംഗ് ഇൻസ്റ്റലേഷൻസ് ആൻഡ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഇൻക്രീസിങ് ദി ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ബോഡീസ്. ഇങ്ങനെ കടത്തിവിടുമ്പോൾ ഇത് വെള്ളത്തിൻ്റെ വാട്ടർ ബോഡിയുടെ ടെമ്പറേച്ചർ വളരെ കൂട്ടുന്നതിന് കാരണമാകും. പിന്നെയുള്ളതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട്സുകൾ അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത്. ജനറേഷൻ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഓൾസോ റിസൾട്ട്സ് ഇൻ ഇൻക്രീസിങ് ദി ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ബോഡീസ്. കാണാൻ പഠിക്കുക. അടുത്താണ് കോൾ ഫയർഡ് പവർ പ്ലാന്റ്സ്. സം തെർമൽ പവർ പ്ലാന്റ്സ് യൂസ് കോൾ ആസ് ഫ്യൂവൽ. കൽക്കരിയാണ് അവർ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. കോൾ ഫയർ പവർ പ്ലാന്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദി മേജർ സോഴ്സ് ഓഫ് തെർമൽ പൊല്യൂഷൻ. പിന്നെയാണ് കട്ടിങ് ഓഫ് ട്രീസ്, ഡൊമസ്റ്റിക് സീവേജസ് എന്ന് പറഞ്ഞാൽ ഓടയിൽ നിന്ന് വരുന്ന അഴുക്ക് ജലം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെയാണ് ഇങ്ങനെയുള്ള തെർമൽ പൊല്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഇഫക്ട്സുകൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന്, ഡിക്രീസ്ഡ് ഡിസോൾവ്ഡ് ഓക്സിജൻ. അതായത് ഇങ്ങനെ ഉള്ള തെർമൽ പൊല്യൂഷൻ വരുന്നതിലൂടെയാണ് ഈ ഓക്സിജൻ്റെ സർക്കുലേഷൻ ഉണ്ടാവത്തില്ല. അത് ഈ എല്ലാം ഒറ്റ പോയിൻ്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ വെള്ളത്തിലേക്ക് ഈ അമിതമായിട്ടുള്ള ഹീറ്റ് കടത്തി വിടുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വരുന്നത്. പിന്നെ മൈഗ്രേഷൻ എന്ന് പറയുന്ന, അതായത് ഈ പറയുന്ന മീൻ, പിന്നെ എന്താണ് ജലസമ്പത്തുകളെന്ന് നമ്മൾ പറയുന്ന ആ ജലജീവികളെല്ലാം മൈഗ്രേഷൻ ചെയ്യുന്നു, ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുന്നതിന് കാരണമാകുന്നു. പിന്നെ ഇൻക്രീസ്ഡ് ടോക്സിൻസ് എന്നാണ് പറയുന്നത്. സോൾവൻസ്, ഫ്യൂവൽ, ഓയിൽ ആൻഡ് ഡിസോൾവ്ഡ് ഹെവി മെറ്റൽസ് എൻഡ് അപ്പ് ഇൻ ദി ലേക്ക് ഓർ റിവർ വെയർ കൂളിംഗ് വാട്ടർ ഗെറ്റ്സ് ഡംപ്ഡ്. നെക്സ്റ്റ്, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഇക്കോളജിക്കൽ ഇമ്പാക്ട്സ്, റീപ്രൊഡക്റ്റീവ് ഇഫക്ട്സ്, ഇൻക്രീസ് ദ മെറ്റബോളിക് റേറ്റ്. അതായത് മെറ്റബോളിസം എന്നൊരു സംഭവം അറിയാവുന്നല്ലേ. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ അമിതപോഷണം അങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളമായി വരുന്നു. അതിലൂടെ എന്താണ് ഈ ആൽഗകളും മറ്റ് സംഭവങ്ങളെല്ലാം ഒത്തിരി വളർന്നു വരുന്നു. അതിലൂടെ ഈ ജീവികൾക്കൊക്കെ ഓക്സിജൻ ബ്ലോക്ക് ആവുന്നൊരു സാഹചര്യം വരുന്നു. പിന്നെയാണ് വാട്ട് ആർ ദ കൺട്രോളിങ് മെഷേഴ്സ്. ഒന്ന്, കൂളിംഗ് ടവേഴ്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ലേക്സ്. ഇവ ഈ പറയുന്ന തെർമൽ പവർ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ബീംസുകൾ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്?
ധാരാളം കൂളിംഗ് ടവേഴ്സുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് നല്ലതാണ് അല്ലേ. കൂളിംഗ് ടവേഴ്സ് നമ്മുടെ വാഹനമൊക്കെ ചൂടായി കഴിയുമ്പോൾ കൂളിൻ്റൊക്കെ ഒഴിക്കുന്ന പോലെ കൂളിംഗ് ടവേഴ്സ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഇത് കൊണ്ട് ഡിസ്പോസ് ചെയ്യാൻ മാത്രമായിട്ട് ആർട്ടിഫിഷ്യൽ ലേക്സുകൾ ഉണ്ടാക്കുന്നത് നല്ലതാണ്. പിന്നെയാണ് സേവ് ഇലക്ട്രിസിറ്റി, വൈദ്യുതി സേവ് ചെയ്യുന്നതിന് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെയാണ് യൂസ് ഓഫ് ആൾട്ടർനേറ്റീവ് കൂളിംഗ് ഏജൻറ്റ്സ് അതർ ദാൻ വാട്ടർ. വെള്ളമല്ലാതെ മറ്റേതെങ്കിലും ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ കൂളിൻ്റെ പോലുള്ള കൂളിംഗ് എന്തെങ്കിലും മെഷേഴ്സ് യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് റിലീസ് ഓഫ് ഹീറ്റഡ് വാട്ടർ ഇൻ ലെസ് വൾനറബിൾ റീജൻസ്. അതായത് അധികം നമ്മളങ്ങനെ ഉപയോഗിക്കാതെ തരിശായിട്ട് ഒരാൾതാമസ കൃഷിയൊന്നും ഇല്ലാതെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ വേസ്റ്റ് ലാൻഡ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇവയെല്ലാം നമ്മൾ ഡിസ്പോസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ്. പിന്നെയാണ് പറയുന്നത് റീയൂസ് ഓഫ് ഹീറ്റഡ് വാട്ടർ. ഇങ്ങനെ ഉള്ള ഹീറ്റഡ് വാട്ടറുകൾ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, അവ വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പറയുന്നതാണ് ട്രീസ് പ്ലാന്റിങ് എലോങ് ദി ഷോർ ലൈൻസ്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ചെടികൾ ധാരാളമായിട്ട് നട്ട് വെക്കുക. പിന്നെയാണ് എൻവയോൺമെൻറ്റൽ അവയർനെസ് ധാരാളമായി കൊടുക്കുക എന്നുള്ളത് പറയുന്നത്.